പുറത്തുള്ളവര് തരുന്ന വസ്ത്രം ധരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണോ നിങ്ങള്? ഭാവി ഭാര്യയായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോട് കൊണ്ടുവന്ന ഈ ഡ്രസ്സ് വേണം ധരിക്കാൻ. ഇതാ ചേട്ടാ. ഞാൻ സ്നേഹത്തോടെ കൊണ്ടുവന്നത് വേണം ധരിക്കാൻ. ആയിക്കോട്ടെ, പിടിച്ചോ. ഇത് ധരിച്ചാ മതി. വേണ്ട, ഇത് അല്ല, ഇത് ധരിച്ചാ മതി. ശരി. ഭാര്യയാകേണ്ടത് ഞാനാ. ഞാൻ ഒരിക്കലും ഭാര്യ ആകേണ്ടിയിരുന്നവളാണ്. അതൊക്കെ പണ്ടാണെങ്കിൽ എന്താ? ആഹാ, നിനക്കൊന്നും കാണില്ല. ആ കഥ നീ പോയിട്ട് ഭാരതപ്പുഴയിൽ ഒഴുക്കിക്കോ. പിടിക്കേട്ടാ. നീയും വാ, നിന്നെ നിമർജ്ജനം ചെയ്തോളാം. ദേ, ഏയ്, നിന്നോട് സംസാരിക്കുന്ന എന്തിനാ? പോയി ഇത് പിടിക്കേട്ടാ. നീയും പോ. അയ്യോ, ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടാളും. ആരെങ്കിലും കേട്ട എന്താ വിചാരിക്കുക? നിങ്ങളെ എന്റെ കൂടെ വന്നാ ഞാൻ പറയാം. നിങ്ങൾ പോകരുത്. ആവനി, ഇങ്ങോട്ട് വാ ഏട്ടാ. ഇങ്ങോട്ട് വാ എന്നല്ലേ പറഞ്ഞേ. ഇങ്ങോട്ട് എടുക്ക്, വലിക്ക്, ഇങ്ങോട്ട്, ഇങ്ങോട്ട് വലിക്ക്, വലിച്ചോ, വലിച്ചെടുക്ക്, ഇങ്ങോട്ട് വാ, നന്നായിട്ട് ആഞ്ഞ് വലിക്ക്, ഇങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ട് പോരട്ടെ, ഒന്നും നോക്കണ്ട, ഇങ്ങ് പോരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുഞ്ഞളിയം വരുന്നത് വരെ വലിക്ക്. ആ, വലിച്ചോ. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രാന്ത് പിടിച്ചാ? വലിക്കെന്ന് പറയുന്നു. എന്താ വലിക്കണ്ടേ? അങ്ങനൊന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോ. പൃഥ്വിരാജേട്ടൻ ഇപ്പോ എന്തോ പ്രശ്നമുള്ളതുപോലെയാ ഉള്ളത്. എല്ലാം സ്വപ്നമായിരുന്നല്ലേ? വരൂ. എത്തിയോ? സുഖാണോ മോളെ? എനിക്ക് സുഖം മുത്തശ്ശ. സുജാത ചേച്ചി, ആവിനെയും നിങ്ങളെയും കാണുമ്പോഴൊക്കെ എനിക്ക് നന്നായിട്ട് സംശയം തോന്നാറുണ്ട്. എന്തിന്? ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച സഹോദരിമാർക്ക് പോലും നിങ്ങളുടെ അത്രയും ബോണ്ടിങ് കാണില്ല. ദൈവം ചേർത്ത് വെക്കുന്ന ബന്ധങ്ങൾക്ക് പുറകിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും നിഹാരിക. അതും സത്യ ചേച്ചി. നിന്റെ പേരൻസിനെ കണ്ടില്ല മോളെ? അധികം വൈകാതെ ഇങ്ങോട്ട് എത്തുമായിരിക്കും. അതാ പറഞ്ഞപ്പോ തന്നെ എത്തിയല്ലോ. വരൂ ഗൗതമി. എന്തെത്ര വൈകി? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം കാണില്ലേ? എന്തുപറ്റി? അതൊന്നുമില്ല. എന്നിട്ട് എന്റെ മരുമോനെവിടെ? ശ്രീകർ മോനെ കാണാൻ എല്ലാവരും കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാ. അവൻ ഇതുവരെ എത്തിയിട്ടില്ല. അതാ നോക്കിക്കേ, ബർത്ത്ഡേ ബോയ് വരുന്നുണ്ടല്ലോ. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോ സത്യമാവും? എന്റെ അവനിയുടെ സ്വപ്നങ്ങളൊക്കെ എപ്പോഴാണോ നടക്കുക?
ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോ സത്യാവും? എന്റെ അവനിയുടെ സ്വപ്നങ്ങളൊക്കെ എപ്പോഴാണോ നടക്കുക? ഹാപ്പി ബർത്ത്ഡേ ശ്രീകർ മോനെ. താങ്ക് യു. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മരുമോനെ. താങ്ക് യു. ജന്മദിനാശംസകൾ നേരുന്നു ശ്രീകർ. താങ്ക് യു സുജാ ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു മോളെ. അപ്പൊ എല്ലാവരും എത്തിയല്ലോ അല്ലേ? എന്നാൽ കേക്ക് കട്ടിങ് ആരംഭിച്ചാലോ? ഇനി കുറച്ച് പേരുടെ എത്താണ്ട് പൃഥ്വിരാജ്. നമുക്കൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ അച്ഛാ. അപ്പോഴേക്കും ഞാൻ എല്ലാവർക്കും ഉള്ള കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാം. ഓക്കെ. മുത്തശ്ശനും മുത്തശ്ശിക്കും ഞാൻ ഈ ലെറ്റർ കൊടുക്കും. അവര് വായിച്ച ശേഷം അവർക്ക് ചെറിയമ്മയുടെ കല്യാണക്കാരി മനസ്സിലാവും. നീ വാശി പിടിച്ചതുകൊണ്ടാ ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ആ നിഹാരികയുടെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. തൽക്കാലം നിങ്ങള് അതൊന്നും കാര്യമാക്കണ്ട. മുത്തശ്ശി, എന്താ മോളെ? പിന്നെ അത് എന്ത് പറ്റി മോളെ? ആവിനി ആന്റി എനിക്കെന്റെ ചെറിയമ്മ പോലെയല്ലേ? അതെ. സൗമ്യയുടെ സൗമ്യ, ഇവിടെ എന്താ ചെയ്യുന്നേ? ഒന്നുമില്ലല്ലോ അമ്മേ. എന്തോ പറയാൻ വേണ്ടി വന്നതാ മോളെ. എന്ത് പറയാനാ? ഒന്നുമില്ലല്ലോ അമ്മേ, വെറുതെ വന്നതാ. വാ. ഫംഗ്ഷൻ കഴിയുമ്പോഴേക്കും ഈ ലെറ്റർ എങ്ങനെയെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും കൊടുക്കണം. ഡാഡി, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ഒന്ന് വന്നേ. വാ. ഇത്ര തിരക്കിട്ട് പറയാൻ എന്തുണ്ടായിട്ടാ അവിടുന്ന് ഞങ്ങൾ എങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ഇന്നലെ രാത്രി ആവിനി ഒരു വലിയ നാടകം കളിച്ചു. എന്നേക്കാൾ മുമ്പ് ശ്രീകറിനെ പുറത്തേക്ക് കൊണ്ടുപോയി വിഷ് ചെയ്തു അവള്. ഞങ്ങൾ ഒരു ചലഞ്ച് വെച്ചിരുന്നു. ആ ചലഞ്ചില് എന്നോട് അവള് വിജയിച്ച് കാണിച്ചു. ആ നിമിഷം തൊട്ട് എനിക്ക് എരിഞ്ഞു കേറുന്നുണ്ട്. അവളെനിക്ക് തന്ന അടിക്ക് എനിക്ക് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാ ഈ ഫംഗ്ഷനിൽ എല്ലാവരും ഉള്ളപ്പോ ആവിനിക്കൊരു വലിയ ഷോക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. എന്താ നിന്റെ പ്ലാൻ? ആവിനിക്കൊരു കല്യാണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലേ? വികാസിന്റെ പേരിപ്പോ റിവീൽ ചെയ്താലോന്നാ എന്റെ പ്ലാൻ. ഈ ഒക്കേഷനിൽ വെച്ച് വേണോ? സിറ്റുവേഷൻ റോങ് അല്ലേ ബേബി? എനിക്ക് റൈറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ എന്ത് റോങ് ചെയ്യാനും ഞാൻ തയ്യാറാ ഡാഡ്. അവനിക്ക് കോടീശ്വരനായ ഒരു NRI ആലോചന വേണോന്ന് സുജാത ആഗ്രഹിച്ചതല്ലേ? അവൾ ആഗ്രഹിച്ചതെല്ലാം വിക്കിക്കുണ്ടല്ലോ. പിന്നെ വിക്കിയും ലാസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് എല്ലാവരുടെ മുമ്പിൽ നന്നായിട്ട് പെർഫോമും ചെയ്തിരുന്നു. എല്ലാവരുടെ മുമ്പില് അവനിപ്പോ നല്ല പേരും ഉണ്ട്. സോ വിക്കിയുടെ പേര് കേട്ടാ തന്നെ എന്റെ അമ്മായിയമ്മ ഓക്കെ പറയും. അതോടെ ആവിനി എന്ന ശല്യം തീർന്നു കിട്ടിക്കോളും. ഓക്കെ അല്ലേ? സന്ദർഭം കറക്റ്റ് അല്ലാന്ന് നേരത്തെ തോന്നിയെങ്കിലും ഇപ്പോഴാണ് മനസ്സിലായത് സന്ദർഭം വളരെ കറക്റ്റ് ആണെന്ന്. വികാസിന്റെ ടോർച്ചറിങ് സഹിക്കുന്നതിനേക്കാൾ
നീ പറഞ്ഞത് തന്നെയാ ശരി. ഞാൻ ആ ടോപ്പിക് എടുത്ത് ഇട്ടാ തന്നെ വിക്കിയെ നിങ്ങൾ രണ്ടാളും ഗംഭീരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്റെ ഗ്യാങ് ഇവിടെ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. ആരും നോ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ ശ്രീകറും അവിടെ സൈലന്റ് ആയിക്കോളും. കേട്ടല്ലോ? ശരി ബേബി. അവനി ഇനി നിന്നെ സഹിക്കാൻ വയ്യ. ഫൈനൽ വെപ്പൺ എടുക്കാൻ പോവാ ഞാൻ. ആ അസ്ത്രത്തെ എതിരിടാനുള്ള ശക്തി നിനക്കും കാണില്ല. ആ സുജാത വിചാരിച്ചാലും നടക്കില്ല. എന്നെ നീ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്താവണി. എത്രയെന്ന് വെച്ചാ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു സൈഡില്, നീ ഒരൊറ്റ ആളും മറു സൈഡില് എന്ന അത്രയും. നീ എന്റെ സ്വന്തമായില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ലാതെയാകും, മനസ്സമാധാനം ഇല്ലാതെയാകും. എവറി സെക്കൻഡ് നിന്നെക്കുറിച്ച് മാത്രം ആലോചിച്ച് ഭ്രാന്ത് പിടിക്കും എനിക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഉണ്ടാവാതിരിക്കാൻ നീ എന്റെ ഭാര്യയായി മാറണം, ഭാര്യയാകണം. ഈ സ്മോക്ക് ബോംബ് ഞാൻ പ്രയോഗിച്ചാൽ അവിടെ നിന്ന് നിന്നെ തട്ടിയെടുത്ത് കല്യാണം കഴിച്ച് നിന്നെ ദുബായിലേക്ക് കൊണ്ടുപോകും. എന്താ നിങ്ങളുടെ പ്രശ്നം? എല്ലാവരും അവിടെ ഉള്ളപ്പോ ഇങ്ങോട്ട് വരാൻ സിഗ്നൽ ആയിരുന്നു എന്തിനാ? ആരെങ്കിലും കണ്ടാലോ? അതിനാരും കണ്ടില്ലല്ലോ. ആരെങ്കിലും കാണണമെന്നില്ല. കണ്ടാലും തൽക്കാലം രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. പക്ഷെ നിഹാരിക്കയോ അവളുടെ അമ്മയോ എങ്ങാനും കണ്ടാലുണ്ടല്ലോ, പിന്നെ നടക്കാൻ പോകുന്നത് ജന്മദിനാഘോഷമായിരിക്കില്ല, യുദ്ധമായിരിക്കും. നിഹാരികയും അവളുടെ പാരന്റ്സും അവിടെ ഇല്ലാത്തോടെ ഞാൻ ധൈര്യം കാണിച്ചത്. വലിയ കാര്യം നിങ്ങൾ ചെയ്തത്. എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചെന്ന് ആദ്യം പറ. അയ്യോ, എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ? ആരെങ്കിലും വന്നാൽ വലിയ പ്രോബ്ലം ആവൂട്ടോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേരവും കാലമൊന്നുമില്ലേ? ബർത്ത്ഡേയുടെ അന്ന് ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ? ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങിയ ഗിഫ്റ്റ് ഒന്നും വേണ്ട, പിന്നെ തനിക്ക് തരാൻ പറ്റുന്നത് മതി. ഇപ്പൊ വേണ്ട, പിന്നെയോട്ടെ. ഒരു ചെറിയ ഉമ്മ മതിയെന്നേ. ചെറിയ ഉമ്മ എന്ന് പറഞ്ഞ എങ്ങനെയുണ്ടാവുക? വലിയ ഉമ്മ എന്ന് പറഞ്ഞ എങ്ങനെയുണ്ടാവുക? താൻ ഉമ്മ തന്നോണ്ടിരിക്കുമ്പോ ഞാൻ ഏതാന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ബലം പ്രയോഗിച്ച് വാങ്ങിക്കുന്ന അത്ര നല്ല ശീലമല്ല. ബർത്ത്ഡേയുടെ അന്ന് എങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വരുന്നത് എന്റെ ഗതികേട്. താ 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 താ. പോയേട്ടാ. അയ്യോ, ഏയ് ആവനി, ആവനി. എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുക. ഒന്ന് വേഗം വരൂ പ്ലീസ്. ആ ശരി. അവരുടെ കയ്യിൽ ഈ ലെറ്റർ കൊടുക്കാന്ന് ഓർത്തപ്പോ നടക്കുന്നില്ലല്ലോ. ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും അതിനൊരു സമയം തരുമോ? എന്താ നിങ്ങൾക്കിടയിൽ മാത്രം ഒരു രഹസ്യം പറച്ചില്? ഞങ്ങളോട് പറയില്ലേ? രാത്രി ആവനി ശ്രീകറിനെ പുറത്തേക്ക് കൊണ്ടുപോയില്ലേ? ആ ആവനി നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചതാ. അതിന് നീ റിവെഞ്ച് എടുക്കുമെന്നാ കരുതിയെ. എന്നിട്ട് നീ എന്താ മിണ്ടാതെ നിക്കുന്നേ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നേ. എന്ത് സംഭവിക്കുമെന്നും എന്ത് ഷോക്കിംഗ് ന്യൂസാ കാത്തിരിക്കുന്നതെന്നും നിങ്ങൾക്കും മനസ്സിലാവും. സസ്പെൻസ് ത്രില്ലർ ആണെന്ന് സാരം. യെസ്. അല്ല, ആവനിയും ശ്രീകറിനെയും കാണുന്നില്ലല്ലോ. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ അകത്തേക്ക് പോയതാ, പിന്നെ ഇറങ്ങിയിട്ടില്ല. നീ എവിടെയായിരുന്നു അവനി? അകത്ത് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ശ്രീകരേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? വാഷ്റൂമില്. വേദവതി അമ്മേ,
എന്താ ഗൗതമി? ഒരു കാര്യം, എന്താ പറയൂ. നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസില് ചിലരെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് മുമ്പ് തൊട്ടേ നമ്മൾ പറഞ്ഞിരുന്നതല്ലേ? നിങ്ങൾ എന്തിനാ ആ വ്യക്തിയെ അനാവശ്യമായിട്ട് എന്റർടൈൻ ചെയ്യുന്നത്? ആരെക്കുറിച്ച് നിങ്ങൾ ഈ പറയുന്നത്? വേറെ ആരെ കുറിച്ചാ? ആവനിയെ കുറിച്ചല്ലേ? അതെ. ഇപ്പൊ ആവനി നിങ്ങളെ എന്താ ചെയ്തത്? നിൽക്കണ്ടടുത്ത് നിൽക്കാതെ ഈ വരവും പോക്കും ഒക്കെ പിന്നെ എന്താ? മര്യാദയ്ക്ക് സംസാരിക്കണം. സുജാത ചേച്ചി, നിങ്ങളൊന്നും പറയണ്ട. ഒന്ന് നിർത്താവനി. നിനക്ക് വേണ്ടി ചോദിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടല്ലേ അവരിങ്ങനെ സംസാരിക്കുന്നേ? ഞാനല്ല, നീയാ സംസാരിക്കുന്നത്. നീയാ സംസാരിക്കുന്നേ. സുജാത ചേച്ചി, നിങ്ങൾ ചിലപ്പോ ഈ വീട്ടിലെ അനന്തരവളായിരിക്കും, പക്ഷെ ഞാൻ ഈ വീട്ടിലെ ഭാവി മരുമകളാ. വേദവതി അമ്മയുടെ ജാതകത്തില് പിറന്ന മരുമകള്. നിങ്ങൾ എന്റെ അമ്മയോട് മര്യാദയില്ലാതെ സംസാരിക്കുന്നത് സംസ്കാരമല്ല. നിങ്ങൾക്കത് നല്ലതിനാവില്ല. സുജാത, എന്തിനാ മോളെ വെറുതെ ഒരു വഴക്ക്? വെറുതെ വഴക്കുണ്ടാക്കുന്നതും വെറുതെ വഴക്ക് തുടങ്ങി വെച്ചതും ഒന്നും ഞാനല്ല, നിങ്ങളുടെ ബന്ധുക്കളാ. മതി മോളെ സുജാത, ഇനി അത് വിട്ടേക്ക്. അനിയത്തിയായി കാണുന്ന ആവനിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നോക്കി നിൽക്കില്ല. എന്നാലേ നിന്റെ ആവനിക്ക് ഒരു ലിമിറ്റ് വേണോന്ന് പറയണം. സ്വന്തം ലിമിറ്റ് അറിഞ്ഞു വെക്കുന്നത് എല്ലാവർക്കും നല്ലതാ. ജാതകം ചേരുന്നതും ഈ വീട്ടിലെ മരുമകളായിട്ട് അവള് വരുന്നതും മോൾക്ക് വലിയ കാര്യമായിരിക്കും, നിങ്ങൾക്കും വലിയ കാര്യമായിരിക്കും. നാട്ടുകാർക്ക് അങ്ങനെയല്ല, അത് ഓർമ്മയുണ്ടാവണം. വേദവതിയമ്മേ, എന്താണിത്? നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടിയാണോ ഞങ്ങളെ ഈ ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അവനിയോട് സുജാതയ്ക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കൊണ്ടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങളതൊന്നും കാര്യാക്കല്ലേ. സുജാതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എല്ലാരും ക്ഷമിക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വേണ്ടി ഒരു തെറ്റും ഞാൻ ചെയ്തില്ല. സുജാത, നീ ഞാൻ പറയുന്നത് കേക്ക്. മോളെ അവനി, നീ ഒന്ന് പറയും മോളെ. സുജാത ചേച്ചി, നിങ്ങളിങ്ങ് വന്നേ. അവരുടെ പെരുമാറ്റം ശരിയല്ല വേദവതിയമ്മേ. ഇതൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാ. ഞാനിപ്പോ വിളിച്ചതുകൊണ്ടല്ലേ അവനി എന്റെ അടുത്തേക്ക് വന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു വഴക്കുണ്ടാകില്ലായിരുന്നു. അവനി, നിന്റെ കാര്യത്തിൽ സുജാതയ്ക്ക് പ്രത്യേക താല്പര്യമാണല്ലേ? തരാം, അവൾക്കും നിനക്കും കൃത്യമായിട്ടൊരു മറുപടി തരാം. വേദവതിയമ്മേ, ആ വരൂ വരൂ, നിങ്ങൾ എത്തിയോ? ചേച്ചി, എന്തിനു ചേച്ചി ആവശ്യമില്ലാത്ത വഴക്ക്? ആവശ്യമില്ലാത്ത വഴക്കോ? അവര് പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? വരവും പോക്കുവാണെന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതെന്റെ തെറ്റാ. ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ പാടില്ലായിരുന്നു. നീ പോയ അവൾക്ക് എന്താ പ്രശ്നം? ശ്രീകരേട്ടനെയും എന്റെ കല്യാണം കഴിഞ്ഞെന്ന് അവർക്കാർക്കും അറിയാത്തതാ പ്രശ്നം. അതുകൊണ്ടാ എന്നെ ശ്രീകരേട്ടനെ തെറ്റിദ്ധരിച്ച് അവരങ്ങനൊക്കെ പറഞ്ഞത്. ആ സ്ഥാനത്ത് ആരാണെങ്കിലും അവരങ്ങനെ പറയൂ. ഇല്ല അവനി, ഞാൻ മുമ്പ് എപ്പോഴോ സംശയിച്ചതുപോലെ നിങ്ങളെക്കുറിച്ച് അവർക്ക് എന്തോ അറിയാം. അതുകൊണ്ടാ നിന്നോടുള്ള വെറുപ്പ് കൂടിയത് അവർക്ക്. അതറിയുമായിരുന്നെങ്കിൽ അവരടങ്ങി നിൽക്കൂ. നിഹാരികയെ കുറിച്ച് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. എന്തെങ്കിലും ചെറിയ തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക അവള്. നിന്റെ കല്യാണം ഇവരൊക്കെ എപ്പോഴറിയോ എന്തോ. ആ നിഹാരിക എല്ലാവരുടെ മുമ്പിൽ മരുമകളാണെന്ന് വീമ്പിളക്കുന്നത് കാണുമ്പോ എനിക്കതൊന്നും കേട്ടു നിൽക്കാൻ പറ്റില്ല. ദൈവമേ, ചെറിയ കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാ നീ നടത്തി തരുന്നതല്ലേ? എന്നിട്ട് ഞാൻ മുത്തശ്ശിക്ക് ഈ ലെറ്റർ കൊടുക്കാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാ നീ എന്നെ സഹായിക്കാത്തെ? ചെറിയമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ചെറിയമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മ പോലെയാ. ചെറിയമ്മയുടെ
കഷ്ടപ്പാട് കണ്ട് സഹിക്കാഞ്ഞിട്ടല്ലേ? ചെറിയമ്മയ്ക്ക് നല്ലത് സംഭവിക്കണം. ഈ ലെറ്റർ വെച്ച് ചെറിയമ്മയുടെയും ചെറിയച്ഛന്റെ കല്യാണക്കാര്യം എല്ലാരെയും അറിയിക്കണേ ദൈവമേ. ഞാൻ നിന്നോട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചോളാം. ഒരു മണിക്കൂർ നേരം ക്ഷമ കാണിച്ചു കഴിഞ്ഞാ എല്ലാം തീർന്നു കിട്ടും. കേക്ക് കട്ടിങ്ങും കൂടി കഴിഞ്ഞു കിട്ടിയാ എല്ലാവരും അവരവരുടെ വഴിക്ക് പൊക്കോളും. കേട്ടില്ലേ? നിന്റെ സ്ഥാനം നീ നഷ്ടപ്പെടുത്തി പുറത്തൊരാളെ പോലെ നിൽക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ, കണ്ട് സഹിക്കാൻ കഴിയില്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്. രാത്രിയിലെ ശ്രീകരേട്ടനെ ഞാൻ ആദ്യം വിഷ് ചെയ്തതിന്റെ കുശുമ്പ് കൊണ്ടാ നമ്മളെ വിഷമിപ്പിക്കാനായിട്ട് അവര് ശ്രമിക്കുന്നത്. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. അല്ല, ദൈവം ഏതെങ്കിലും വിധത്തില് നിങ്ങളുടെ കല്യാണക്കാരി അറിയിക്കുമല്ലോ, അപ്പ കൊടുത്തോളാം. അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ.